നമസ്കാരം. ഇന്ന് ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ലോകത്തിലെ പ്രധാന നദികൾ ലോകത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രധാന നദികളെക്കുറിച്ച്. നദികൾ ഇല്ലാത്ത ഏക ഭൂഖണ്ഡം എന്ന് പറയുന്നത് അന്റാർട്ടിക്കയാണ്. നദികളില്ലാത്ത, കാരണം മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് നദികളില്ലാത്തൊരു ഭൂഖണ്ഡം എന്ന് പറയുന്നത് അന്റാർട്ടിക്കയാണ്. അപ്പോൾ ചിലപ്പോൾ നെറ്റിലൊക്കെ നോക്കി ഏകദേശം 60 കിലോമീറ്റർ നീളമുള്ള NIC എന്ന് പറയുന്ന നദി കാണപ്പെടും. എങ്കിൽ നമ്മൾ PSCയിൽ പഠിക്കുന്ന ഇങ്ങനെയാണ്: നദികൾ ഇല്ലാത്ത ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ആമസോൺ നദിയാണ്. ഈ ആമസോൺ നദി കാണപ്പെടുന്ന ഭൂഖണ്ഡം, ആമസോൺ നദി കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ്. ആമസോൺ നദി കാണപ്പെടുന്നത്. തെക്കേ അമേരിക്കയിലാണ് ആമസോൺ നദി കാണപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി എന്ന് പറയുന്നത് ആമസോൺ നദിയാണ്. എങ്കിൽ നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ആമസോണാണ്. നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി എന്ന് പറയുന്നത് ആമസോൺ നദിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി എന്ന് പറയുന്ന നദിയും ആമസോൺ നദിയാണ്. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ആമസോൺ നദിയാണ്. അതോടൊപ്പം തന്നെ നദീപ്രദേശം അല്ലെങ്കിൽ നദീതടം ഏറ്റവും കൂടിയ നദിയാണ് ആമസോൺ നദി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആമസോൺ നദിയിലെ ഭീകരമത്സ്യം എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ പേരാണ് പിരാന. ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആമസോൺ നദിയിലെ ഭീകരമത്സ്യം എന്ന് പറയുന്ന പിരാന എന്ന് പറയുന്ന മത്സ്യമാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഒരു പ്രത്യേകത, പെറുവിൽ ആമസോൺ നദി അറിയപ്പെടുന്ന പേരാണ് മാരനോൺ എന്ന് പറയുന്നു. ആമസോൺ നദി അറിയപ്പെടുന്ന പേര് മാരനോൺ എന്ന് പറയുന്നു. ഇനി അടുത്താണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ നൈൽ നദിയാണ്. ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് നൈൽ നദിയാണ്. അത് ആഫ്രിക്കയിലാണ്. അടുത്ത ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി എന്ന് പറയുന്നത് കോങ്കോ നദിയാണ്. അതോടൊപ്പം തന്നെ ഭൂമധ്യരേഖ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദിയും കോങ്കോ നദിയാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ നദി, ഭൂമധ്യരേഖ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി കോങ്കോ നദിയാണെങ്കിൽ ദക്ഷിണായന രേഖ 2 പ്രാവശ്യം മുറിച്ചു കടക്കുന്ന നദി, ഭൂമധ്യരേഖ 2 പ്രാവശ്യം മുറിച്ചെടുക്കുന്ന നദി കോങ്കോ എങ്കിൽ ദക്ഷിണായന രേഖ 2 പ്രാവശ്യം മുറിച്ചു കിടക്കുന്ന നദിയുടെ പേരാണ് ലിംപോപ്പോ. അതോടൊപ്പം തന്നെ കോങ്കോ നദിക്ക് പറയുന്ന മറ്റൊരു പേരാണ് സൈർ നദി എന്ന് പറയുന്നു. കോങ്കോ അല്ലെങ്കിൽ സൈർ നദി എന്ന് പറയുന്നു. ദക്ഷിണായന രേഖ 2 പ്രാവശ്യം മുറിച്ചു കിടക്കുന്ന ഈ നദിയുടെ പേരാണ് ലിംപോപ്പോ. ഈ ലിംപോപ്പോ നദിക്ക് പറയുന്ന മറ്റൊരു പേര് ക്രോക്കഡൈൽ റിവർ അല്ലെങ്കിൽ മുതല നദി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ഈ നദിയുടെ പേര് മിയാൻഡ്രിഡ് നദി എന്നാണ്. തുർക്കിയിലെ മിയാൻഡ്രിഡ് നദിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് ഡാന്യൂബ് നദി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ് നദി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ് നദി എന്ന് പറയുന്നു. ഈ ഡാന്യൂബ് നദി ഉത്ഭവിക്കുന്നത് ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ നിന്നാണ്. ഡാന്യൂബ് നദി പതിക്കുന്നത് കരിങ്കടലാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തലസ്ഥാന നഗരിയിലൂടെ ഒഴുകുന്ന നദിയും ഡാന്യൂബ് നദിയാണ്. അടുത്ത ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേരാണ് യാങ്ടിസി എന്ന് പറയുന്നത്. ചൈനയിലെ യാങ്ടിസി നദിയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ നദി റേ നദിയാണ്. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നദീമുഖം എന്ന് പറയുന്ന ഓബ് നദീമുഖമാണ്.
ചൈനയുടെ ദുഃഖം. ചൈനയുടെ ദുഃഖം എന്ന് പറയുന്ന ഹൊയാങ്ഹോ നദിയാണ്. ചൈനയുടെ ദുഃഖം എന്ന് പറയുന്ന ഹൊയാങ്ഹോ നദിയാണ്. അങ്ങനെ പറയാൻ കാര്യം ഹൊയാൻഹോ നദിയിലുള്ള ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ചൈനയെ സാരമായി ബാധിക്കുന്നു. അപ്പോൾ ചൈനയുടെ ദുഃഖം എന്ന് പറയുന്ന ഹൊയാങ്ഹോ നദിയാണ്. നദികൾക്കിടയിലെ രാജ്യം. നദികൾക്കിടയിലെ രാജ്യമെന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയാണ്. പ്രധാനമായിട്ടും യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളാണ്. നദികൾക്കിടയിൽ രാജ്യമെന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയാണ്. അടുത്ത ഒരു ഭാഗം വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ. വൻകരകളിലെ നീളം കൂടിയ നദികളാണ്. വൻകരകൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളിലെ നീളം കൂടിയ നദികളാണ്. അപ്പോൾ നമുക്കൊന്ന് വലിപ്പക്രമത്തിൽ ഭൂഖണ്ഡങ്ങളിലും അതിനകത്ത് പ്രധാനപ്പെട്ട നദികളെന്ന് പറയാം. ഏഷ്യ ഏറ്റവും വലിയ ഭൂഖണ്ഡമായ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി അല്ലെങ്കിൽ യാങ്ടിസി എന്ന് പറയുന്ന നദി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സിയാണ്. അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. ഈ നൈൽ നദിയെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. നൈൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട്. നൈൽ നദിക്ക് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ പേരാണ് അസ്വാൻ അണക്കെട്ട് എന്ന് പറയുന്നു. എങ്കിൽ നൈൽ ഡയറി എന്ന യാത്രാ വിവരണം എഴുതിയത് SK പൊറ്റക്കാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സിയാണ്. അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഭൂഖണ്ഡങ്ങൾ വലിപ്പക്രമത്തിലാണ്. അപ്പോൾ 2 ഭൂഖണ്ഡം പറഞ്ഞു, ഏഷ്യ, ആഫ്രിക്ക. മൂന്നാമത്തെ വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മിസിസിപ്പി, മിസോറി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസിസിപ്പി, മിസോറിയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദി. മിസിസിപ്പി, മിസോറിയാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ആമസോൺ നദിയാണ്. തെക്കേ അമേരിക്ക ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ആമസോൺ നദിയാണ്. അപ്പോൾ ഭൂഖണ്ഡ വലിപ്പക്രമത്തിൽ ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അഞ്ചാമതായിട്ട് വരുന്നത് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്കയിൽ നദികളില്ലാത്തതുകൊണ്ട് നമ്മളവിടെ നോട്ട് ചെയ്യില്ലെങ്കിൽ ഓർക്കുക, അഞ്ചാമത്തെ വലിയ ഭൂഖണ്ഡം അന്റാർട്ടിക്ക. ഇനി അടുത്ത യൂറോപ്പാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് വോൾഗ നദിയാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ നദി ഏതാ? വോൾഗ നദിയാണ്. ഓക്കെ. അടുത്ത 7ാമത്തെ വലിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് മുറേ ഡാർലിംഗ്. ഓസ്ട്രേലിയ ഏറ്റവും വലിയ നദി മുറേ ഡാർലിംഗ് എന്ന് പറയുന്നു. ഓസ്ട്രേലിയ ഏറ്റവും നീളം കൂടിയ വലിയ നദിയായിട്ട് പറയുന്നത് മുറേ ഡാർലിംഗ് എന്ന് പറയുന്നു. അടുത്തത് അതിർത്തിയിലൂടെ ഒഴുകുന്ന നദികളാണ്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ അതിർത്തിയിലൂടെ ഏതൊക്കെ നദികൾ ഒഴുകുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേര് ഗ്രനഡ നദി എന്നാണ്. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഗ്രനഡ നദി എന്ന് പറയുന്നു. റഷ്യ ചൈന അതിർത്തിയിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേര് അമൂർ നദി എന്ന് പറയുന്നു. റഷ്യ ചൈന അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് അമൂർ നദി എന്ന് പറയുന്നു. സാംബിയ സിംബാബ്വെ അതിർത്തിയിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേര് സാംബസി നദി എന്ന് പറയുന്നു. സിംബാബ്വെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് സാംബസി നദി എന്ന് പറയുന്നു. ഓക്കെ. അടുത്താണ് ജർമ്മനി പോളണ്ട് അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് ഓർഡർ നദി. പോളണ്ട് അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് ഓർഡർ നദി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ റോം ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ് നദി. ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിൽ ഒഴുകുന്ന നദിയുടെ പേര് ഡാന്യൂബ് നദി എന്ന് പറയുന്നു. അടുത്ത രാജ്യങ്ങളാണ് നമീബിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഓറഞ്ച് നദി. നമീബിയ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തിയിൽ ഒഴുകുന്ന നദിയുടെ പേരാണ് ഓറഞ്ച് നദി. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നദികളെക്കുറിച്ച്, ലോകത്തിലെ പ്രധാന നദികളെക്കുറിച്ചും ഭൂഖണ്ഡങ്ങളിലെ പ്രധാന നദികളെക്കുറിച്ചും അതിർത്തിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ഓക്കെ.